എടാ സാറേ ഇവിടെ വെട്ടിയിട്ടുണ്ട് സാറേ, രണ്ട് കാല് ഭാഗത്ത് വെട്ടിയിട്ടുണ്ട്, പിന്നെ ഇവിടെ അങ്ങനെ ഫുള്ളായി വെട്ടിയിട്ടുണ്ട്. അങ്ങനെ കമിഴ്ന്നിട്ടാണ് കിടക്കണത്. ബോഡി മൊത്തം ചോര ഫുള്ളായി അങ്ങോട്ട് താഴത്തേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കണം. അറിയില്ല, അച്ഛൻ നെന്മാർക്ക് ക്ഷേമനിധി കെട്ടാൻ വരുന്ന സമയത്താണ് ഇതുണ്ടായത്. ഞാൻ വിളിച്ചു, അച്ഛനെ കുറേ വിളിച്ചു, എടുത്തില്ല. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയപ്പോഴാണ്. തുടക്കത്തിലെ പ്രശ്നമായിരുന്നു ചെന്താമറ എന്ന് പറയുന്ന ആള്. നിങ്ങൾക്ക് പ്രശ്നം? എന്റെ അമ്മനെയും കൊന്നത് അത് 5 കൊല്ലം മുൻപ് എങ്ങനെയായിരുന്നു? അയാൾ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് ലൈറ്റ് ഒന്നും ഇടില്ല, ഇങ്ങനെ ഇരുന്നിരുന്ന് അയാളുടെ ജനാലിൽ കൂടെ ആരൊക്കെ വരണ്ട ആരൊക്കെ പോകണ്ട എത്ര മണിക്കാ പോണ ഒക്കെ നിരീക്ഷിച്ച് അങ്ങനെയായിരുന്നു അമ്മ. അങ്ങനെ കൊന്ന തന്നെയാണ് എൻ്റെ അമ്മനെ. അതേ കണ്ടീഷൻ ഇപ്പൊ ആയതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി നാട്ടുകാർ കൊടുത്തു, ഞങ്ങൾ കൊടുത്തു, എന്നിട്ട് ഒന്നും പ്രതികരണം. അയാളെ രാവിലെ കൊണ്ടുപോയി അതേപോലെ വൈകുന്നേരത്തും കൊണ്ടുവരുന്നു. എന്നിട്ട് അയാൾക്ക് പിന്നെ അയാൾ അങ്ങനെ തന്നെ ഇരിക്കണത്, ലൈറ്റ് ഇടാണ്ട് അങ്ങനെ ഇരുന്ന് ആരൊക്കെ പോണ് വരുന്ന ആരൊക്കെ ഇപ്പൊ അവിടെ ഉണ്ട് നോക്കിയിട്ടൊക്കെ തന്നെയാണ് ഇപ്പൊ അയാൾ കൊന്നത്. ഇനി 4 കൊല്ലം ജയിലിലിരുത്തും, പിന്നെ ഇറക്കും. ഞാൻ അതിന് ഇങ്ങോട്ട് വരാറില്ല, എനിക്ക് അയാളെ കാണുന്നതേ പേടിയാണ്. കണ്ടിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ അടുത്തൊക്കെ പറയണ്ട ഇനിയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കണ്ടായിരുന്നു. നടന്നിട്ടുണ്ട്. ഒരു അമ്മനോട് പറഞ്ഞു കൊടുവാളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഞാൻ ഇനിയും ജയിലിലേക്ക് പോകും, ഞാൻ കൊല്ലും എന്നെ അവർ പറയണത്. ആ ചെറുക്കൻ പറയണത് എൻ്റെ മോനെ കഴിഞ്ഞ മുറി ഇവളുടെ അമ്മ മരിച്ചപ്പോൾ സാക്ഷി പറഞ്ഞ എൻ്റെ മോനാണ്, മൃദുലാണ് പേര്. 19 എന്നിട്ട് കോടതി വെച്ച് എൻ്റെ മോനെ കൈ ചൂണ്ടിയവൻ. അവൻ പറഞ്ഞു നിന്നെ ഇനി അടുത്തത് നിന്നെയാണ്. ഞാൻ എന്നിട്ട് അവനെ കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ടു. നീ എൻ്റെ മകനെ കൊല്ലണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടോ? നിൻ്റെ കഴുത്ത് എൻ്റെ കയ്യിലായിരിക്കും. അവന് എന്താ ഞാൻ പറയാം, അവൻ്റെ ഭാര്യയും കുട്ടിയും പിണങ്ങി പോയി, അവനെ സ്വീകരിക്കില്ല. ഇതാണ് ചെയ്യണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യനെ ജീവൻ നോക്കി പോയി. ആ കാരണം ഞങ്ങൾ നാട്ടുകാരൊക്കെ ആണ് ഭാര്യനെ അങ്ങനെ വിട്ടയച്ചത്. ഭാര്യ പിണങ്ങി പോയത് എൻ്റെ അമ്മ കാരണം, നാട്ടുകാർ കാരണമാണോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇതാക്കിയത്. ഇപ്പൊ ഇതെന്തിനാ എൻ്റെ അച്ഛനെയും കൊന്നെന്ന് എനിക്ക് അറിയണില്ല സാറേ. അയാൾക്ക് ഭ്രാന്ത് പറഞ്ഞിട്ട് എല്ലാവരും സർക്കാർ സംരക്ഷിക്കുകയും ചെയ്യും ചിലപ്പോ. അങ്ങനെ ഭ്രാന്തി പറഞ്ഞാൽ കോടതി വെറുതെ വിട്ടയക്കും. ഒരു ഭ്രാന്തുമില്ല. കൊടുവാള് മേടിക്കാനും കൊല ചെയ്യാനും ഭ്രാന്തില്ലല്ലോ. അങ്ങനെ ഭ്രാന്തില്ലല്ലോ അവന്. കൊടുവാള് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന പദ്ധതി ഒരുക്കിയിട്ടല്ല കൊന്നത്. അപ്പൊ ഞങ്ങളെ അമ്മായി മരിച്ചതിന് ശേഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ജാമ്യത്തിൽ ഇറങ്ങിയായിരുന്നു. ആ സമയത്ത് പോലീസുകാർക്ക് ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു. ഞങ്ങളും കൂടെ പോയി കംപ്ലൈൻറ്റ് കൊടുത്ത സമയത്ത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോലീസുകാരെ വന്നിടന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവർ താക്കീത് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും 2 എണ്ണം. ഇനിയിപ്പോൾ ഒരാളും കൂടി ഉണ്ട്, ആളെയും കൂടി തീർത്തോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ കാര്യം കഴിഞ്ഞില്ല. ഇനി പിന്നെ അധികം താമസമില്ലാണ്ട് ചെറിയൊരു മാമനും കൂടി ഉണ്ട്. ജാമ്യത്തിലിറങ്ങിയ സമയത്ത് നിങ്ങൾ സുരക്ഷ ആവശ്യപ്പെട്ട പ്രശ്നമാണ്. അവൾ സിസ്റ്ററിനടുത്ത് പറഞ്ഞു, പോയി മാമനടുത്ത് പറഞ്ഞു കംപ്ലൈൻറ്റ് കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു മാമനും കൂടി ഉണ്ട്. ആ മാമനും കൂടി തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ആരും വരില്ല, ആളുകൾ തട്ടാൻ പറയും, കഴിഞ്ഞു. അന്വേഷിക്കുക. അവർ 2 കൊല്ലം കൂടുമ്പോൾ പോലീസ് പറയുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യങ്ങളാണെന്ന് അറിയില്ല. ഞങ്ങൾ വിളിച്ച് അന്വേഷിക്കുക. രാവിലെ പോയി അതേപോലെ തന്നെ അയാൾ വൈകുന്നേരം ആകുമ്പോഴേക്കും വന്നു. പിന്നെ അയാൾ ആ റൂമിൽ ഇരുന്നിട്ടോ ആരൊക്കെ പോകണ്ട ആരൊക്കെ വരണ്ടെന്നൊക്കെ എന്നെല്ലാം അന്വേഷിക്കുക. ഇവർക്ക് എന്ത് താക്കുണ്ട്? കള്ളൻ്റെ അടുത്ത് കക്കണ്ട പറഞ്ഞാൽ ആ ഒരു നേരം മാത്രം പറയുള്ളൂ. പിന്നെ അയാൾ ആ സ്വഭാവം തുടരും. അയാൾ ചിലപ്പോൾ സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ നല്ല രീതിയിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെ ചെയ്തില്ലേ? ഇനി അയാളെ വിശ്വസിച്ചിട്ട് 4 കൊല്ലം ജയിലിലും പിന്നെയും ഇറക്കും ഓരോരുത്തരെ കൊന്നുകൊണ്ടേയിരിക്കും. അയാളുടെ ഏട്ടനായിരിക്കും അങ്ങനെ മാനസിക രോഗം എന്നൊക്കെ പറയുന്നത്. അയാളുടെ ഏട്ടനാണ് ഇതിന് ഫുള്ള് സപ്പോർട്ട്. അവരുടെ ഏട്ടനാണ്, അവരുടെ അമ്മയുണ്ട്. ഭക്ഷണം കൊടുത്തിട്ട് പോയിട്ടിടുന്ന അവരുടെ അമ്മയാണ്. ഇയാളുടെ ജോലി എന്തായിരുന്നു? ഈ നാട്ടുകാരൻ തന്നെ ഡ്രൈവറായിരുന്നു, ലോറി ഡ്രൈവറായിരുന്നു. ആള് ലോറിക്ക് പോകും പ്രേമ വിവാഹമായിരുന്നു. അത് പരാജയപ്പെട്ടു. അവളെ കല്യാണം കഴിച്ചു കൊടുത്തു. അതൊന്നും ഈ പുള്ളിക്കാരൻ അറിയില്ല. അപ്പോൾ അവരിനെ കാണുന്നില്ല. അത് ഇവർ അയൽവക്കക്കാരായിട്ടാണോ എൻ്റെ ജീവിതം തകർത്തെന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഈ കൊലപാതകം ചെയ്തിരിക്കുന്നത്. അവരുടെ അമ്മനെയും അച്ഛനെയും അച്ഛമ്മനെയും കൂടി ചെയ്യാൻ കാരണം അതാണ്. അറിയില്ല. ഒരു 8-8:30 ആകുമ്പോൾ എല്ലാവരും പണിക്ക് പോയി കാണും. അപ്പോൾ അവിടെ ആരുമില്ല, താഴെയല്ലേ. അവിടെ എന്ത് നടന്നാലും അറിയില്ലല്ലോ മോനെ, അങ്ങ് താഴെയല്ലേ. പിന്നെ പാടത്തേക്ക് പോണവർ 2 ആൾ കണ്ടു, കൃഷി നോക്കാൻ പോണവർ 2 ആൾ കണ്ടു. അതല്ലാതെ വേറെ അറിയില്ല. നിലവിളിക്കാനുള്ള ഇതൊന്നുമില്ല. നല്ല ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം സുധാകരനൊക്കെ നേരിട്ട് ഒന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇല്ല, അവനെ കണ്ടിട്ടില്ല. ആരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കില്ല. ഇത്തിരി 2-3 പേര് ഇവിടത്തെ അങ്ങനെ സംസാരിക്കുള്ളൂ. അവരുടെ അടുത്ത് ഇങ്ങനെ കൊല്ലും പറയുന്നുണ്ട്. ഞങ്ങൾക്ക് സ്റ്റേഷനല്ലേ സാറ് വഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. വീണ്ടും ഞാൻ ജയിലിലേക്ക് പോകും എന്നാണ് അവൻ പറഞ്ഞത്. കൊല്ലുന്ന് പറഞ്ഞില്ല. ഇനിയും ഞാൻ ജയിലിലേക്ക് പോകും. അപ്പോൾ ജാമ്യം കഴിഞ്ഞ് പോകുന്നല്ലേ നമ്മൾ ഉദ്ദേശിച്ചത്.
ഓടിപ്പോയി വനത്തിലേക്ക്, ആ വടമല അങ്ങോട്ട്. ജനങ്ങളും പിന്നെ അവരെ വീട്ടിൽ നിന്ന് രാത്രി വരുന്നത് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി. ഞങ്ങളുടെ മക്കളൊക്കെ കൂടി വളഞ്ഞ് അവനെ പിടിച്ചു. പക്ഷെ പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് 24 മണിക്കൂറിനുള്ളിൽ അവനെ പിടുത്തം കിട്ടിയിട്ട് വേണം ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ പറ്റില്ല. മോനെ പോലീസുകാർ ഗവൺമെൻറ് എങ്ങനെയാണ് നമ്മൾ ഒന്നും ഇല്ല, ബന്ധുവൊന്നുമില്ല, അയൽവാസികളാണ് അവർ. വീട് വന്ന പിന്നെ ചാത്തേമംഗലമായിരുന്നു, അത് കൊടുത്തിട്ട് ഇവിടെ വന്ന സ്ഥലം മേടിച്ച് വീട് വെച്ചതാണ് കുറേ വർഷങ്ങൾക്ക് മുന്നേ. അല്ലാണ്ട് ഒരു ബന്ധവും ഒന്നുമില്ല. അതാണ് ഉണ്ടായ സംഭവം. 29-ാം തീയതി ഞങ്ങൾ പരാതി കൊടുത്തു, നാട്ടുകാർ കൊടുത്തു. അപ്പം അയാൾ ഭീഷണിപ്പെടുത്തിയോ ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ കൊടുത്തു. എനിക്കും പേടിയാണ്, അയാൾ ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പറയണ്ടല്ലോ പറഞ്ഞിട്ട് ഇതാക്കിയപ്പോൾ ഇനി എന്തെങ്കിലും നടക്കട്ടെ. ഇപ്പം എൻ്റെ അച്ഛനെയും പോയി, അച്ഛമ്മയും പോയി. ഇദ്ദേഹം വലിയ പ്രശ്നക്കാരായിരുന്നു ഈ ഒരു മേഖലയിൽ. പ്രശ്നം പറഞ്ഞാൽ സാറേ മറ്റുള്ളടത്ത് വഴക്കിനോ പ്രശ്നത്തിനൊന്നും പോവില്ല, ഒച്ച ബഹളമൊന്നും ഇടില്ല, സൈലൻ്റ് ആണ് ആള്, സൈലൻ്റ് ആണ്. പക്ഷെ മനസ്സിൽ ഓരോരുത്തവനും ഓരോ രീതിയിൽ എന്താണ് നിരീക്ഷിച്ചിട്ട് ഓരോന്ന് പ്ലാൻ ഇടുക. അങ്ങനെ ഇപ്പൊ ഈ മരിച്ച സുധാകരന്റെ കുടുംബത്തോട് മാത്രമായിരുന്നു ഈ തരത്തിലുള്ള അതെ തൊട്ട് അയൽപക്കമാണ് അവര്. അപ്പോൾ നേരത്തെ ഇയാളുടെ ഭാര്യയും മോളും പിണങ്ങി പോയിട്ടുണ്ട് ഇയാളുടെ അടുത്ത്. അപ്പോൾ അതിനുള്ള കാരണം ഇവരൊക്കെയാണ്, അയൽപക്കക്കാർ. അയൽവാസികളായിട്ടുള്ള സുധാകരന്റെ അവരാണ് അതിനുള്ള കാരണം. എൻ്റെ കുടുംബജീവിതം തകർത്തവരാണെന്നുള്ള ഒരു മൈൻഡിലാണ് ഈ ആള് ഇവരെ. ഇപ്പോൾ ചേച്ചിന് 5 വർഷമായി ചേച്ചിനെ കൊന്നിട്ട്, ഈ ചേട്ടൻ്റെ ഭാര്യനെ. ഇപ്പോൾ ഈ ചേട്ടനെയും കൊന്നു, അവരുടെ അമ്മനെയും കൊന്നു. ഇപ്പോൾ പക്ഷെ അമ്മ വീട്ടിലൊക്കെ കിടന്നുറങ്ങുന്ന സമയത്താണ് തോന്നുന്നത്. അല്ല, ആ ചേട്ടൻ എവിടേക്കോ പോകാൻ വേണ്ടി, നന്മറയ്ക്ക് പോകാൻ വേണ്ടി സ്കൂട്ടി എടുത്തതാ. അപ്പോൾ അയാളുടെ വീട്ടിന് ഫ്രണ്ട് എത്തിയപ്പോൾ വെട്ടിയതാണ്. വെട്ടിയിട്ട് വീഴ്ത്തിമ്പളിക്കും ഒച്ചയിട്ടപ്പോൾ അവരുടെ അമ്മ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ ഇയാൾ വെട്ടുന്ന അവിടെ നിന്ന് ആ അമ്മനെ പോയിട്ട് അപ്പുറത്ത് പോയി വെട്ടി. അപ്പോൾ ഈ ചേട്ടൻ ഇവിടെയും കിടക്കണ്ട, ആ അമ്മയുടെ അത് കേൾക്കണം. അവരത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ? ഇല്ല, ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ആ അമ്മയുടെ ആ ചേട്ടൻ ഇവിടെ കിടന്നത്, ആ അമ്മ കുറച്ച് അപ്പുറത്താണ് കിടന്നത്. ആ അമ്മയ്ക്ക് കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. നെന്മാറ ആശുപത്രി എത്തുമ്പോഴത്തേക്കും ആ അമ്മ മരിച്ചു. അതെ അതന്നെയാണ് മേഡം. സാറ് ഇവിടെ വെട്ടിയിട്ടുണ്ട് സാറേ, രണ്ട് കാല് ഭാഗത്ത് വെട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ഫുള്ളായി വെട്ടിയിട്ടുണ്ട്. അങ്ങനെ കമിഴ്ന്നിട്ടാണ് കിടക്കുന്നത് ബോഡി. മൊത്തം ചോര ഫുള്ളായി അങ്ങോട്ട് താഴത്തേക്ക് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കണം. നാട്ടുകാരനാണോ? ഇവിടുത്തെ നാട്ടുകാരനാണ് സാറേ, ഇവിടെ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. ഇപ്പോൾ അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്തിട്ട് 5 വർഷം ജയിലിൽ ശിക്ഷ കഴിഞ്ഞ് വന്ന് 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവർക്ക് പേടിച്ചിട്ട് ആ കുട്ടി പോലും ഇവിടേക്ക് വരണില്ല. അപ്പം സുധാകരൻ പറഞ്ഞ ഏട്ടൻ്റെ മോൾ ഇവിടേക്ക് വരണില്ല അയാളെ പേടിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ നാട്ടുകാർക്ക് എല്ലാവർക്കും പേടിയാണ് അയാളെ. അയൽവാസികളാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. അത്രയധികം ഭയപ്പാടോടുകൂടിയായിരുന്നു ഇവർക്ക് തന്നെ ഇവിടെ താമസിച്ചിരുന്നത്. ചെന്താമരക്കെതിരെ പരാതി കൊടുത്തിരുന്നു. അദ്ദേഹത്തെ തുടർന്ന് ഇവിടെ താമസിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു, അയൽവാസികൾ പറഞ്ഞിരുന്നു. സുധാകരന്റെ കുടുംബത്തിന് വലിയ ഭീഷണിയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്നും ഒരു അനക്കവും ഉണ്ടായില്ല. അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. അതിൽ ഏറ്റവും ഒടുവിലത്തേരെയായി ആ 2 ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. 2019-ലും ഈ രീതിയിൽ അദ്ദേഹം കൊലപ്പെടുത്തിയതിനു ശേഷം ഈ നെല്ലിയാമ്പതി വനത്തിനുള്ളിലേക്ക് ഓടിപ്പോവുകയായിരുന്നു. ഞങ്ങളിവിടെ വന്നൊക്കെ നോക്കി, പോലീസുകാർക്ക് വന്ന് നോക്കുമ്പോൾ വീട് അടച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിൽ ലോക്ക് ഇട്ടിട്ടിരിക്കുന്നു. അപ്പം ഞങ്ങൾക്ക് അറിയില്ലെന്ന്. പോലീസുകാരെ വന്ന് തട്ടി നോക്കുമ്പോൾ ആൾ പുറകെ കൂടെ പോയിരിക്കുകയാണ്. കണ്ടില്ല, എവിടേക്കാണ് പോയതെന്ന് അറിയില്ല സാറേ. അതാണ് സംഭവം. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളൊക്കെ ചെയ്ത് അതിന്റെ പിന്നാമ്പുറമായിട്ട് അദ്ദേഹം മാനസിക രോഗിയാണെന്ന് അഭിനയിക്കുക. സാറേ മാനസിക രോഗിയാണെങ്കിൽ അയാളുടെ കുടുംബത്തെ അയാൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ. മാനസിക രോഗിയാണെങ്കിൽ അയാൾക്ക് ആരാന്ന് അറിയില്ല, സ്വന്തം ബന്ധമൊന്നും അറിയാതെ അയാൾ കൊല്ലണമല്ലോ. ഇതിപ്പോൾ അവരുടെ വീട്ടിൽ മാത്രം കൊലപാതകം ചെയ്യുമ്പോൾ അതൊരു എന്താ പറയുക, വൈരാഗ്യത്തിൻ്റെ കൊലപാതകമല്ലേ. അയാൾക്ക് മാനസിക രോഗിയുണ്ട്, അയാൾ ചേട്ടന് തൊട്ട് വിടണം, അയാൾ ചേട്ടൻ്റെ അവിടെ അപ്പുറത്ത് കിടണം. അവിടെ ചേട്ടനുണ്ട്, ചേട്ടൻ്റെ ഭാര്യയുണ്ട്, അയാൾ സ്വന്തം അമ്മയുണ്ട്, അവർക്ക് ആ ചേട്ടന് 3 മക്കളുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല. എന്താ ഇവരെ മാത്രം അങ്ങനെ ചെയ്യുന്നത് എന്താ? പക്ഷെ ഞങ്ങൾ അറിയുന്നിടത്തോളം അവിടെ പ്രശ്നം വഴക്കോ ആ വീട്ടുകാരായിട്ട് പ്രശ്നമോ അല്ലെങ്കിൽ വേറെ വല്ല വൈരാഗ്യങ്ങളോ ഒന്നുമില്ല മേഡം. ആ മരിച്ച ചേച്ചി സാധുവാണോ, സജിത ചേച്ചി വളരെ സാധുവാണ്. പാവം എന്ന് പറഞ്ഞ പാവമാണ്. അതിന് വെറുതെ ഇട്ട് വെട്ടിക്കൊന്നു വീട്ടിനകത്തിട്ടിട്ട് അത് ആരും കണ്ടില്ല. ഇതും ഞങ്ങൾ ഇത്രയും പട്ടപ്പകലായിട്ട് ആരും അവിടെ അത്രയും തിങ്കളാഴ്ച എല്ലാവരും ജോലിക്ക് പോകും, വീടൊക്കെ അടച്ചിട്ട് ആ സ്ഥലത്തില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ഇല്ല. അതാണ് ശേഷമാണ് ആസൂത്രിതമായ കൊലപാതകം തന്നെയാണ്. അദ്ദേഹം മാനസിക രോഗിയാണെന്നൊക്കെ തന്നെ പുറത്തു വരുത്തി തീർത്തുകൊണ്ട് ആളുകളില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഈ മനുഷ്യരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് അയൽവാസികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. പോലീസ് എന്തുകൊണ്ടൊരു നടപടി സ്വീകരിച്ചില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയർന്നു വരുമെന്നുള്ളതാണ്. അതായത് നിങ്ങളൊക്കെ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു ഈ കുടുംബത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വെള്ളപ്പേപ്പറിൽ എല്ലാവരും കൂടെ ചെയ്തിട്ട് ഞങ്ങൾ കൊടുത്തപ്പോൾ അവർ ചോദിക്കുകയാണ്, അയാൾ കുറ്റം ചെയ്തു, ആ ജയിൽ ശിക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോൾ അയാൾക്ക് ഒന്നും നമുക്ക് പറയാനില്ല, അയാളുടെ വീട്ടിലല്ല അയാൾ വന്ന് താമസിക്കുന്നത്,
അപ്പോൾ അവർ ചോദിക്കുക വല്ല അയാൾ കൊലപാതകത്തിൻ്റെ രീതിയിൽ വല്ല ആംഗ്യം കാണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ നല്ല ഭീഷണി വർത്തമാനത്തിൽ ഭീഷണി രൂപത്തിൽ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷേ അയാൾ ആരുടെ സംസാരിക്കില്ല, മിണ്ടില്ല. അയാൾക്ക് അയാളുടെ മൈൻഡിലുള്ള സംഭവങ്ങളാണ് അയാൾ പെട്ടെന്ന് ചെയ്തത്. ഇന്ന് രാവിലെ സ്വന്തം അമ്മയാണ് അയാൾ ആരെങ്കിലും സഹായിച്ചതായിട്ട് തോന്നുന്നു? വീട്ടുകാരനെ സഹായിക്കണം, വേറെ ഇപ്പോൾ ആരും സഹായിക്കണില്ല. അയാളുടെ വീട്ടുകാരനെ സഹായിക്കും. എവിടെയാ വീട്ടുകാർ? കുറച്ച് അപ്പുറത്താണ്, പാടത്തിൻ്റെ അപ്പുറത്ത് അയാളുടെ ഏട്ടനും ഫാമിലിയൊക്കെ ഉണ്ട്. ആ ചേച്ചിനെ കൊല ചെയ്യുമ്പോഴും ഇതുപോലെ എല്ലാവരും നിരീക്ഷണം ചെയ്തിട്ടാണ് ആ ചേച്ചിനെ ആരും ഇല്ലാതെ സമയം നോക്കി കൊന്നത്. അയാൾ എതിർത്തൊന്നും ചെയ്തില്ല. അവർ എതിർക്കുകയാണെങ്കിൽ പിന്നെ ഈ ജാമീനെ ഇറക്കിയിട്ട് കൊണ്ടൊന്നും വീട്ടിലിരുത്തില്ലല്ലോ. ഇപ്പം ജാമീൻ ഇറക്കിയിട്ട് വന്ന് ആ വീട്ടിലിരുത്തി ഇപ്പം ആ വീട് ഒക്കെ വൃത്തിയാക്കി അയാൾ അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ കാരണമാണ് അവൻ്റെ കുടുംബക്കാരനെ. മാനസികമാണ് അവൻ്റെ വീട്ടുകാർ. ഒരു കുടുംബത്തിനെ ഫുള്ളായി നശിപ്പിച്ചു. മാനസിക രോഗിയാണെന്ന് പറയുന്ന വീട്ടുകാർ തന്നെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാനസിക ഒന്നും അല്ല, അത് ആൾക്കാർ പറയുകയാണ്. പറയുമ്പോൾ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അവൻ്റെ കയറ്റിയ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും, അതാണ് ഒരു പറച്ചിൽ വരുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിൽ അവൻ ഇരിക്കാണ്ട് എന്ത് ചെയ്യും എന്നാണ് പറയണത്. അപ്പോൾ അവരുടെ വീട്ടുകാർ സഹായം, അമ്മ വരും, ഏട്ടൻ വരും, എല്ലാവരും. ഇത് ഏട്ടനെയും അമ്മനെയും പിടിച്ചപ്പോൾ അവനെയും കിട്ടും. അമ്മനെ ഇപ്പൊ പിടിച്ച് 4 കുത്തിയ അവൻ എവിടെ ഉണ്ടെങ്കിലും മണി പോലെ പറയും. ആരുടെയും പ്രൊട്ടക്ഷൻ അവന്റെ വീട്ടിൽ എവിടെയില്ല. ആരുടെയും പ്രൊട്ടക്ഷൻ ഉണ്ടാവണം. അല്ലെങ്കിൽ ഇയാൾ ഈ വേഗം ഇത്രയും ആൾക്കാരുടെ കണ്ണുപടിച്ച് ഇയാൾ പോകേണ്ട ഒരു കാര്യമില്ല. ആരുടെയും സഹായം ഇല്ലാണ്ട് ഇയാൾ ഇപ്പോൾ വേഗം രക്ഷപ്പെടുവോ? അയാളിനെ ഒരു തീരുമാനം അയാളിനെ ഇവിടെ എത്തിക്കണം. എത്തിച്ചൊരു തീരുമാനം അറിഞ്ഞിട്ട് അവർ പറയുകയാണ്, അല്ലാണ്ട് വേറെ ആരും പറയില്ല മാനസിക രോഗിയാണെന്ന്. ആ കുട്ടീനെ ആരും നോക്കും, അച്ഛനില്ല അമ്മയില്ല, ആ ഒരു പെൺകുട്ടിയാണ്, എവിടെ ജീവിക്കും? ഇപ്പൊ ഈ കാലത്തെ പെൺകുട്ടികൾക്ക് എന്ത് ഇതാണ് ഉള്ളത്? ആ കുട്ടിക്ക് ഒരു വഴി കണ്ടെടുത്തിട്ട് മതി. ഡ്രൈവറാണ്. 2 ആഴ്ച കൂടുമ്പോൾ വരും. ഈ മകള് ഇയാൾ വന്നപ്പോൾ തൊട്ട് ഈ മകൾ അച്ഛനെ കാണാൻ അവിടെ വന്നിട്ടില്ല. 2 പെൺമക്കള്, ഒരു കുട്ടി കല്യാണം കഴിഞ്ഞു. ആ മോള് നമ്മളോട് സംസാരിച്ചപ്പോൾ അത് വിശദമാക്കുന്നുണ്ട്. ഈ ചെന്താമര എന്ന് പറയുന്ന അയാളെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരാത്തതെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം ഒളിഞ്ഞു നോക്കും, പല ഘട്ടങ്ങളിൽ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ടായിരുന്നു, ഭയപ്പെടുന്ന രീതിയിൽ നോക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് പോലും വരാൻ പറ്റാത്തൊരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് നേരത്തെ ആ മോള് തന്നെ ദയനീയമായി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. വെട്ടുകത്തിയൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ സൂക്ഷിക്കുന്നത് അയാളുടെ തന്നെ വീട്ടുകാരുടെ അറിവോടുകൂടിയായിരിക്കും. മേഡം സാറേ, അയാളുടെ വീട് ഇവിടെയാണ്. അവിടെ വീട്ടിൽ ചേട്ടനും അമ്മയും താമസിക്കുന്നത് കുറച്ച് മുകളിലാണ്. അപ്പോൾ ഇയാൾ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇയാളെല്ലാം ചെയ്യുന്നത് ഈ വീട്ടിൽ വെച്ചിട്ടാണ് സംഭവം. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ രാവിലെയും കൂടെ വടിവാൾ കാണിച്ചിട്ട് ഇതാണ് എൻ്റെ സെറ്റപ്പ്, ഇത് കണ്ടോ, ഇത് എൻ്റെ കയ്യിലിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. നാട്ടുകാരെ കാണിച്ചു. അത് അവിടെ സ്വന്തം അമ്മായി, ഇതാ അവിടെ അമ്മായിയാണ്, ഈ പ്രതിൻ്റെ അമ്മ. നിങ്ങൾ കണ്ടു. അതായത് വിനീത, ഇത് കാരണം ഇത് പ്രധാനപ്പെട്ടൊരു വെളിപ്പെടുത്തലായി മാറും. അതായത് ഈ സംഭവം നടക്കുന്നതിന് കൊലപാതകം ചെയ്തതിന് തൊട്ട് മുൻപായി അവിടെ തൊട്ടടുത്തുള്ള അയൽവാസികളെ അദ്ദേഹം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കത്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വടിവാൾ കാണിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇത് പ്രബുദ്ധ കേരളത്തിലാണ് സംഭവിച്ചതെന്ന് നമ്മൾ ഓർക്കണം. എന്തായിരുന്നു അയാൾ കാണിച്ചത്? അയാൾ ഒരു വടിവാളായിരുന്നു കാണിച്ചത്. മുണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സാധനം എടുത്ത് കാണിച്ചപ്പോൾ ഇതൊക്കെ നീ എന്തിനാ കാണിക്കുന്നത്, നീ ഇത് വെച്ചോ, നീ നിൻ്റെ വീട്ടിലേക്ക് മിണ്ടാണ്ട് പോ എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് കൊലപ്പെടുത്താൻ വേണ്ടി കയ്യിൽ വെച്ചാണ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു. ഇതും കൊണ്ട് നടക്കുകയാണെന്നാണ് പറയുന്നത്. അതും കൊണ്ട് നടക്കുകയാണ്. സുധാകരൻ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമല്ലോ. ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. ഇതും കൊണ്ട് നടക്കുകയാണ്, ഇതാണ് എൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞു. ഭക്ഷണം ചെലവുകളൊക്കെ വീട്ടുകാർ കൊടുക്കുകയാണ്. അമ്മ വരും, നോക്കിയിട്ട് പോകും, ഏട്ടൻ വരും, അരി മേടിച്ചു കൊടുക്കും. പിന്നെ പൈസ കൊടുക്കണ്ടോന്നൊന്നും എനിക്കതറിയില്ല. അങ്ങനെയൊക്കെ കൊടുക്കണം. ഭാര്യയും കുടുംബമൊക്കെ പോയിട്ട് 4-5 വർഷമായി. മകൾക്ക് ജോലി കിട്ടി, മകള് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മകൾ തന്നെ ഉള്ളു വർക്ക് ചെയ്യുന്നുണ്ട്. സംശയമായി എൻ്റെ ഭാര്യ പോയത് ഇവള് കാരണമാണ്. ഇവിടെ നടക്കുന്നതൊക്കെ ഇവർ ഫോൺ ചെയ്ത് പറയുകയാണ്, അവർ ചിരിക്കണു, അവർ നോക്കിക്കൊണ്ടിരിക്കണു എന്നുള്ളൊരു. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ബിന്ദു. അയൽവാസി. വിനീത, ബിന്ദു ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തലാണത്. ഈ വനത്തെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയുള്ള വ്യക്തിയാണ് ഈ പ്രതി. നേരത്തെ കൊലപാതകം ചെയ്തപ്പോഴും ഇതുപോലെ കാട്ടുവശത്തേക്കാണ് ഓടി ഒളിച്ചത്. പിന്നെ അത് കഴിഞ്ഞ കൊലപാതകം ചെയ്ത് പിറ്റേ ദിവസം വൈകിട്ട് 7 മണിയോടെ അയാൾ പിടികൂടി കൊണ്ടുപോയത്. നാട്ടുകാരൊക്കെ പിടിക്കാൻ എല്ലാവരും വടിയും വാളൊക്കെ എടുത്ത് പിടിക്കാൻ പോയിട്ടും കിട്ടിയില്ലെന്ന്. അപ്പോൾ പോലീസുകാരൻ്റെ സുരക്ഷയിൽ അയാൾ കോടതിക്ക് കൊണ്ടുപോയതാണ് ഉണ്ടായത് സാറേ. ഇപ്പോഴും ഇതേപോലെയാണ് ഉണ്ടായിരിക്കുന്നത്. ശേഷം വനത്തിനുള്ളിലേക്ക് പോയി രക്ഷപ്പെടാന്നുള്ള ഉദ്ദേശം ആദ്യം ഉണ്ടാവും. അതാണ് അയാളെല്ലാം പ്ലാനിങ് ആണ് സാറേ. അയാൾ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അയാളെല്ലാം പ്ലാനിങ്ങോട്ടാണ് അയാൾ ചെയ്യുന്നത്. അത് കാരണം ചെയ്തു. ഒരു മനുഷ്യൻ അതെന്ന് വെച്ചാൽ അയാൾ വേലി വെട്ടാൻ നിന്ന് നോക്കി വെട്ടി ആരെല്ലാവരും നിരീക്ഷിച്ചതിന് ശേഷം ആരും ഇല്ല എന്ന് കണ്ടാണ് ആ കത്തി കൊണ്ടാണ് ഇപ്പോൾ ആ ചേട്ടനെ അങ്ങനെ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം അയാളുടെ ഭാര്യ അതേപോലെയായിരുന്നു. വെളിയിൽ നിന്ന് ഇങ്ങനെ വെട്ടുന്ന പോലെയൊക്കെ കാണിച്ച് വീട്ടുകാർ ഒരു പ്രതികരണമായിട്ടുള്ള സാറേ.
ഒരു പ്രതികരണവുമില്ല. അവരുടെ അടുത്ത് അവരിങ്ങോട്ട് വരികയോ അവർ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ കൊലപാതകം നടന്നു എന്താ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സമാധാന വാക്കോ ഒന്നുമില്ല. ഇത്ര നേരമായിട്ടില്ല. അത് നേരത്തെ ചെയ്യുമ്പോഴും അങ്ങനെ നേരത്തെ കൊലപാതകം ചെയ്യുമ്പോഴും അയാളുടെ വീട്ടുകാരടുത്ത് ഒരു പ്രതികരണം. നിങ്ങൾ നാട്ടുകാർ പരാതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞല്ലോ പോലീസിന്. പോലീസിൽ നിന്ന് അയാൾക്ക് എന്തെങ്കിലും സംരക്ഷണം ലഭിച്ചായിരുന്നു തോന്നിയിട്ടുണ്ടോ? സംരക്ഷണം പറഞ്ഞാൽ അവർ അതന്നെയാണ് പറയണത്. അയാൾ കുറ്റം ചെയ്തു, ജയിലിൽ ശിക്ഷ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ഇപ്പോഴും അതന്നെയാണ് പറഞ്ഞത്. അയാൾക്ക് ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കോടതി ഉത്തരവിൽ അയാൾ ജാമ്യത്തിൽ ഇറക്കി, ഇനിയിപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഈ കൊല ചെയ്തു, ഇനിയുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചെയ്യാനല്ലാതെ ഒരു ഇതും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നാട്ടുകാരുടെ സുരക്ഷയ്ക്ക് ഒരു വിലയില്ല. ഈ പരാതി കൊടുത്തപ്പോൾ ഒന്നും പോലീസ് വന്നില്ല. കൊന്നിട്ടപ്പോൾ എല്ലാ പോലീസുകാരും DIG എല്ലാ DGP എല്ലാവരും വന്നു അതാണ് സംഭവം. അതാണ് അതുതന്നെയാണ് അവരുടെ ഒരു നിസ്സഹായ അവസ്ഥ അയൽവാസികൾ ഉൾപ്പെടെ വിവരിക്കുന്ന ഒരു കാഴ്ചയാണ്. സങ്കടം തളം കിട്ടി നിൽക്കുന്ന ഒരിടമാണ്. അധികം നമുക്ക് ഇവിടെ നിന്ന് വിവരിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. ആ മക്കളൊക്കെ തന്നെ കരയുന്ന കാഴ്ച അത്രത്തോളം സങ്കടപ്പെടുത്തുന്നതാണ്. എന്തായാലും പ്രതിയെ അതിവേഗം പിടികൂടുക എന്നുള്ളത് മാത്രമാണ് ഇനി പോലീസിൻ്റെ മുമ്പിലുള്ള ഏകമാർഗം. നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നുണ്ട് ഈ ഒരു മേഖലയിൽ. കാരണം നാട്ടുകാർ വലിയ പരാതി ഉന്നയിക്കുന്ന മേഖലയിലേക്ക് സംഭവത്തിൽ പോലീസ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്തതിൽ ഏറ്റവും ഒടുവിലത്തിരയായി ഇവരൊക്കെ തന്നെ മാറി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.